ഹായ് ഫ്രണ്ട്സ്, ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ക്ലാസ് കണ്ടിന്യൂ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മൾ ഡി സി മെഷീൻസ് മുമ്പ് ക്ലാസ് എടുത്തതാണ്, ഡി സി മോട്ടോഴ്സൊക്കെ മുമ്പ് ക്ലാസ് എടുത്തതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്ന ഒരു മോട്ടറാണ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ അല്ലെങ്കിൽ ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ വളരെ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ നോർമൽ ഡി സി മോട്ടറായിട്ട് അല്ലെങ്കിൽ ഡി സി മോട്ടറായിട്ട് എന്തെങ്കിലും കുറച്ച് ഡിഫറൻസ് വേണം. അതിൽ ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡി സി മെഷീൻസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡി സി മോട്ടറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് സിമ്പിളാണ്. കമ്മ്യൂട്ടേറ്റർ പോലെയുള്ള കോംപ്ലിക്കേറ്റഡ് പാർട്ടുകളൊന്നും ഇൻഡക്ഷൻ മെഷീൻസിലില്ല. രണ്ടാമത്തത് ട്രബിൾ ഫ്രീ ആയിട്ടുള്ള ഓപ്പറേഷനാണ് ഇൻഡക്ഷൻ മോട്ടർ തരുന്നത്. ഒരു ട്രബിൾ ഫ്രീ ആയിട്ടുള്ള ഓപ്പറേഷനാണ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ഡി സി മോട്ടറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കോസ്റ്റ് വളരെ കുറവാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളൊരു ഡി സി മോട്ടറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ല ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ തരുന്നത്. അപ്പോൾ ഈ 4 കാരണങ്ങൾ കൊണ്ട് നമ്മൾ നോർമലി ഡി സി മോട്ടറിനേക്കാളും കൂടുതൽ യൂസ് ചെയ്യുന്നത് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ തന്നെയാണ്. അപ്പോൾ ഈ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഡി സി മോട്ടർ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഒരു ഇൻഡക്ഷൻ മോട്ടറും വർക്ക് ചെയ്യുന്നത്. വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഡി സി മോട്ടറിന് എന്താണോ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതായത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് വയ്ക്കുന്ന സമയത്ത് അതിനൊരു ഫോഴ്സ് ഫീൽ ചെയ്യും. ഇതാണ് ഡി സി മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതേ വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ് ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറും വർക്ക് ചെയ്യുന്നത് എന്ന് പറയും. അപ്പോൾ രണ്ടിൻ്റെയും വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ കൺസ്ട്രക്ഷനിലുള്ള ചെറിയ മാറ്റങ്ങളുണ്ട്. ഇനി വർക്കിങ്ങിൽ എന്താ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡി സി മോട്ടർ എടുക്കുന്ന സമയത്ത് റോട്ടറും സ്റ്റേറ്ററും ഇലക്ട്രിക്കലി കണക്റ്റഡ് ആണ്. പക്ഷേ ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ എടുക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ സ്റ്റേറ്ററും റോട്ടറും തമ്മിൽ ഇലക്ട്രിക്കലി കണക്റ്റഡ് ആയിരിക്കില്ല, ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ആയിരിക്കും. പക്ഷേ റോട്ടറിനകത്ത് ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യപ്പെടുന്നത്. സ്റ്റേറ്ററിൽ നിന്ന് വരുന്നതിൻ്റെ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യപ്പെടുന്നത്. ദാറ്റ് മീൻസ് ട്രാൻസ്ഫോമർ ആക്ഷൻ ആണ് ആക്ച്വലി അവിടെ നടക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമർ ആക്ഷൻ കൊണ്ട് സ്റ്റേറ്ററിൽ നിന്ന് റോട്ടറിലേക്ക് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുക, ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുക. അത്തരത്തിലാണ് ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ വർക്ക് ചെയ്യുക. അതായത് സ്റ്റേറ്ററും റോട്ടറും തമ്മിൽ ഇലക്ട്രിക്കലി കണക്ഷൻ. അപ്പോൾ സിംപ്ലി ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റൊട്ടേറ്റിംഗ് ട്രാൻസ്ഫോർമറാണ്. ഒരു റൊട്ടേറ്റിംഗ് ട്രാൻസ്ഫോമറാണ് ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റേറ്റർ നോർമലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡാണ്. നമ്മൾ നോർമലി സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ പൾസേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡാണ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ പറയുമ്പോൾ പറയാം. അപ്പോൾ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനകത്ത് 3 ഫേസുകളുണ്ട്. ഈ 3 ഫേസും 120 ഡിഗ്രി ഫേസ് ഡിഫറൻസിലാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഫേസും ഒരു പൾസേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഓരോ ഫേസും ഒരു പൾസേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഫേസ് ഡിഫറൻസ് കാരണം, അപ്പോൾ ഇവിടെ നമ്മൾ 3 പൾസേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ 3 പൾസേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫേസ് ഡിഫറൻസ് കാരണം, അങ്ങനെ 3ൻ്റെയും ഫേസ് ഡിഫറൻസ് കാരണം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഒരു റൊട്ടേറ്റിംഗ് നേച്ചർ ആയിരിക്കും. ഈ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡിനെ പറയുന്ന പേരാണ് സിൻക്രണസ് സ്പീഡ് എന്ന് പറയും. അത് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡിനെ പറയുന്ന പേരാണ് സിൻക്രണസ് സ്പീഡ്. ഈ സിൻക്രണസ് സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്റ്റേറ്റർ ഫീൽഡിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡാണ് നമ്മൾ പറയുന്നത്, സ്റ്റേറ്റർ ഫീൽഡിൻ്റെ. അപ്പോൾ ഈ സിൻക്രണസ് സ്പീഡ് നോർമലി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഒന്ന് എന്താണോ അതിൻ്റെ സപ്ലൈ ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ തന്നെ എത്ര നമ്പർ ഓഫ് പോൾസ് ഇതിൻ്റെ സ്റ്റേറ്ററിനകത്തുണ്ട്, എത്ര നമ്പർ ഓഫ് പോൾസ് ഉണ്ട് അതിനെയും ഫ്രീക്വൻസിയാണ് നമ്മളുടെ സിൻക്രണസ് സ്പീഡ് എന്ന് പറയുന്ന സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിൻക്രണസ് സ്പീഡിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാത്തമെറ്റിക്കലി NS = 120 F/p. ഇതാണ് സിൻക്രണസ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡിനെ പറയുന്ന പേരാണ് സിൻക്രണസ് സ്പീഡ് എന്ന് പറയുന്നത്.
ക്ലിയർ? അപ്പോൾ ഇതാണ് ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ പറ്റിയിട്ട്. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡാണ്, 3 ഫേസുകൾ 120 ഡിഗ്രി ഫേസ് ഡിഫറൻസിലാണ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. അവിടെയുള്ള ആ ഫേസ് ഡിഫറൻസിന്, അവിടെയുള്ള ആ ഫേസ് സീക്വൻസിന്, ഫേസ് ഡിഫറൻസ് അല്ല, അവിടെയുള്ള ആ ഫേസ് സീക്വൻസിന് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഓപ്പറേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫേസ് സീക്വൻസ് വെച്ചിട്ടാണ് ഏത് ഡയറക്ഷനിലാണ് ആ ഇൻഡക്ഷൻ മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്നത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഫേസ് സീക്വൻസ് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫേസ് സീക്വൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഇൻഡക്ഷൻ മോട്ടറിൻ്റെ റൊട്ടേഷൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്ന സപ്ലൈയുടെ ഫേസ് സീക്വൻസ് ചേഞ്ച് ചെയ്താൽ മതി. ഫേസ് സീക്വൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് എന്ത് ചെയ്യും? റിവേഴ്സ് ആവും, അല്ലെങ്കിൽ ഡയറക്ഷൻ നമുക്ക് റൊട്ടേഷൻ ഓഫ് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് സിംഗ്രണസ് സ്പീഡ് റൊട്ടേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റർ ഫീൽഡ്, അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡിനെയാണ് നമ്മൾ സ്റ്റേറ്റർ ഫീൽഡ് എന്ന് പറയുന്നത്. അതേ സ്പീഡിലായിരിക്കില്ല നോർമലി 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുക. അതിന് ആ സ്പീഡിൽ നിന്നും ചെറിയ റെഡ്യൂസ്ഡ് സ്പീഡിലാണ് ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ റോട്ടോർ റൊട്ടേറ്റ് ചെയ്യുക. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അതിനകത്ത് പറയുന്ന ഒരു ടേം ഉണ്ട്, സ്ലിപ്പ് എന്ന് പറയും. അതിനു മുമ്പ് നമുക്ക് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന് 2 ക്ലാസിഫിക്കേഷനാണ് നോർമലി 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനുള്ളത്. ഒന്ന് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറും, രണ്ടാമത്തത് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറും. അപ്പോൾ ഈ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെയും സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ റോട്ടോറിലുള്ള കൺസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ 2 ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഒന്ന് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറും അതേപോലെ തന്നെ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറും. അപ്പോൾ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്ക്വിറൽ കേജ് പോലെയാണ്. അത് സ്ക്വിറൽ എന്ന് പറഞ്ഞാൽ അണ്ണാൻ, ഒരു സ്ക്വിറൽ കേജ് പോലെയാണ് ഉണ്ടാവുക. അതായത് ഒരു റോട്ടോർ ഉണ്ടാവും, ഷോർട്ട് സർക്യൂട്ട് ബാർ ചെയ്തിട്ടുള്ള റോട്ടോർസ് ഉണ്ടാവും. ഇതാണ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് 3 വൈൻഡിങ് ഉണ്ടാവും. അത് സ്റ്റാർ കണക്ഷനോ അല്ലെങ്കിൽ ഡെൽറ്റ കണക്ഷനോ ആയിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോട്ടോറിൻ്റെ ടെർമിനൽസിൻ്റെ വൈൻഡിങ്ങിൻ്റെ ടെർമിനൽസ് നമ്മൾ പുറത്തോട്ട് എടുക്കുന്നത് സ്ലിപ്പ് റിംഗ്സ് യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ഇത് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്ക്വിറൽ ഗേജ് കൺസ്ട്രക്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ 2 രീതിയിലാണ് റോട്ടർ കൺസ്ട്രക്ഷൻ വരുന്നത്. ഒന്ന് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറും, രണ്ടാമത് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ നത്തിങ് ബട്ട് ഇറ്റ്സ് 3 വൈൻഡിങ്. ഇതൊരു 3 വൈൻഡിങ് ആണ്. അതൊരു ഒരു സ്റ്റാർ കണക്ഷൻ അല്ലെങ്കിൽ ഡെൽറ്റ കണക്ഷൻ കണക്ട് ചെയ്തിരിക്കുന്ന 3 വൈൻഡിങ് ആണ്. അതിൻ്റെ ടെർമിനൽസ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് സ്ലിപ്പ് റിംഗ് വഴിയാണെന്ന് മാത്രം. ഇനി അപ്പോൾ ഈ ഇൻഡക്ഷൻ മോട്ടോറിലെ റോട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ ഇമ്പോർട്ടൻ്റ് ആവുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടോർക്കിലാണ്. ഒരു ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ റോട്ടോർ റെസിസ്റ്റൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. റോട്ടോർ റെസിസ്റ്റൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നല്ല, ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ ഈ റോട്ടോർ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് എന്താണ് ആ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ടോർക്ക്, എത്രയാണ് അതിൻ്റെ ടോർക്ക്, എങ്ങനെയാണ് അതിൻ്റെ ടോർക്ക് നേച്ചർ എന്ന് തീരുമാനിക്കുന്നത് റോട്ടോർ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ടോർക്ക് കൂടുന്ന സമയത്ത് റോട്ടോർ റെസിസ്റ്റൻസ് വളരെ കൂടുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും, പക്ഷേ റണ്ണിങ് ടോർക്ക് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതായത് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ റോട്ടോർ റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റോട്ടോർ റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടും, പക്ഷേ അതിൻ്റെ റണ്ണിങ് ടോർക്ക് കുറവായിരിക്കും. അപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് ലോ റെസിസ്റ്റൻസിൽ വരിക. അപ്പോൾ ഈ ഒരു അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ടോർക്കിൻ്റെ വേരിയേഷൻസ് കൊണ്ടും കാട്ടി നമുക്ക് പല അപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാവും. സ്റ്റാർട്ടിംഗ് ടോർക്ക് ഹൈ വേണ്ട സമയങ്ങളുണ്ടാവും, റണ്ണിങ് ടോർക്ക് ഹൈ വേണ്ട സ്ഥലങ്ങളുണ്ടാവും. അതേപോലെ എന്താണോ നമ്മുടെ അപ്ലിക്കേഷൻ അതനുസരിച്ചാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റേറ്റർ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷനിൽ യാതൊരു വ്യത്യാസവും ഇല്ല. നമ്മൾ നോർമൽ ഒരു മെഷീൻ്റെ കൺസ്ട്രക്ഷൻ്റെ സ്റ്റേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ്. ലാമിനേറ്റഡ് ആയിട്ടുള്ള സ്റ്റീൽ കോർ വെച്ചിട്ടാണ് നമ്മൾ നോർമലി ഒരു സ്റ്റേറ്റർ ഉണ്ടാക്കുന്നത്. അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ 2 ടൈപ്പ് സ്ലിപ്പ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറും അതേപോലെ തന്നെ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറും. ഇനി സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൽ തന്നെ നമ്മൾ നോർമലി സിംഗിൾ കേജ് എന്ന് പറയുന്നതിലുപരി ഡബിൾ സ്ക്വിറൽ കേജ് അല്ലെങ്കിൽ ഡബിൾ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ അല്ലെങ്കിൽ ഡബിൾ കേജ് മോട്ടോഴ്സാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഡബിൾ കേജ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡബിൾ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റോട്ടറിനകത്ത് 2 കേജുകൾ ഉണ്ടാവും. ഒരു ഇന്നർ കേജും ഉണ്ടാവും, അതേപോലെ തന്നെ ഔട്ടർ കേജും ഉണ്ടാവും.
ഇതിനകത്ത് 2 കേജ് വരുന്ന സമയത്ത്, ഡബിൾ കേജിലേക്ക് വരുന്ന സമയത്ത് ഒന്ന് ഇന്നർ കേജ് ഉണ്ടാവും, അതേപോലെ തന്നെ ഔട്ടർ കേജ് ഉണ്ടാവും. ഈ ഇന്നർ കേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. പക്ഷേ ഔട്ടർ ഗേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഇന്നർ ഗേജ് നമ്മൾ നോർമലി ഉണ്ടാകുന്ന ലോ റെസിസ്റ്റൻസ് ആയിട്ടുള്ള മെറ്റൽ ആയിട്ടുള്ള കോപ്പർ ഈ പോലെയുള്ള ആളുകളെ വെച്ചിട്ടാണ്. കോപ്പർ ബാറാണ് നോർമലി സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത്. ബാറിൻ്റെ കണക്ഷൻ ലാസ്റ്റ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ കോപ്പർ ബാർ പോലെയുള്ള ലോ റെസിസ്റ്റൻസ് സബ്സ്റ്റൻസുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നർ കേജ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. പക്ഷേ ഔട്ടർ കേജ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഹൈ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ബ്രാസ് പോലെയുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഔട്ടർ കേജ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇതാണ് ഡബിൾ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിന്റെ കൺസ്ട്രക്ഷനുള്ള പ്രത്യേകത. അപ്പോൾ ആ കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡബിൾ കേജ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ 2 കേജ് ഉണ്ടാവും, ഇന്നർ കേജും ഔട്ടർ കേജും. ഔട്ടർ കേജ് എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റൻസ് ആണ്, ബ്രാസ് ആണ്. ഇന്നർ കേജ് എന്ന് പറയുന്നത് ലോ റെസിസ്റ്റൻസ് ആണ്, കോപ്പർ പോലെയുള്ള സബ്സ്റ്റൻസുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, NS സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയുന്നു. സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയുന്നത് അതിൻ്റെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡിനെയാണ് നമ്മൾ സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിങ്ക്രണസ് സ്പീഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേറ്റർ റൊട്ടേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റർ ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡാണ് സിങ്ക്രണസ് സ്പീഡ്. അവിടെ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് സിങ്ക്രണസ് സ്പീഡിലായിരിക്കില്ല, ആ സിങ്ക്രണസ് സ്പീഡിനെ കുറച്ച് താഴെ ഉള്ള സ്പീഡിലായിരിക്കും റോട്ടർ റൊട്ടേറ്റ് ചെയ്യുക എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡും സ്റ്റേറ്റർ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡും തമ്മിലുള്ള ഡിഫറൻസിനെ പറയുന്ന പേരാണ് സ്ലിപ്പ്. റോട്ടർ റൊട്ടേറ്റിംഗ് സ്പീഡും സ്റ്റേറ്റർ റൊട്ടേറ്റിംഗ് സ്പീഡും തമ്മിലുള്ള ഡിഫറൻസിനെ പറയുന്ന പേരാണ് സ്ലിപ്പ്. അപ്പോൾ സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സിങ്ക്രണസ് സ്പീഡ് ആൻഡ് റോട്ടർ സ്പീഡ് വിത്ത് റെസ്പെക്ട് ടു സിങ്ക്രണസ് സ്പീഡ്. അതിനെയാണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. അതായത് NS മൈനസ് NR ഡിവൈഡഡ് ബൈ NS. ഇതിനെ നമ്മൾ പെർസെൻറ്റേജിൽ പറയുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ ഫ്രാക്ഷണൽ സ്ലിപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പെർസെൻറ്റേജിൽ പറയുന്ന സമയത്ത് അതിനെ പറയുന്ന പേരാണ് ഫ്രാക്ഷണൽ സ്ലിപ്പ്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ക്ലാസിഫിക്കേഷനും 2 ടൈപ്പ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറും അതേപോലെ തന്നെ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ. നെക്സ്റ്റ്, ഇനി നമ്മൾ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിനെ അതിൻ്റെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് നമ്മൾ 6 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C, ക്ലാസ് D, ക്ലാസ് E ആൻഡ് ക്ലാസ് F. ABCDEF എന്ന് പറയും. ഇത് എങ്ങനെയാണ് ഈ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക്, എങ്ങനെയാണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് കറണ്ട്, എങ്ങനെയാണ് അതിൻ്റെ സ്ലിപ്പ്, ഈ 3 ഫാക്ടറിനെ കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഈ 3 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. അതായത് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. അതായത് A മുതൽ F വരെയാണ് നമ്മൾ നമ്പറിങ് കൊടുക്കുക. A എന്ന് പറയുന്ന ടൈപ്പ് മോട്ടർ, ക്ലാസ് A മോട്ടർ എന്ന് പറയുന്നത് നോർമൽ സ്റ്റാർട്ടിംഗ് ടോർക്കും നോർമൽ സ്റ്റാർട്ടിംഗ് കറണ്ടും നോർമൽ സ്ലിപ്പും ഉള്ള സ്ലിപ്പും ഉള്ള മോട്ടറാണ് ക്ലാസ് A മോട്ടർ എന്ന് പറയുന്നത്. ക്ലാസ് B മോട്ടറിലേക്ക് വരുന്ന സമയത്ത് ഇത് ടോർക്കാണ്, ഇത് കറണ്ടാണ്, ഇത് സ്ലിപ്പാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് B മോട്ടർ എന്ന് പറയുന്നത് നോർമൽ സ്റ്റാർട്ടിംഗ് കറണ്ടും പക്ഷേ നോർമൽ സ്റ്റാർട്ടിംഗ് ടോർക്കും ലോ സ്റ്റാർട്ടിംഗ് കറണ്ടും നോർമൽ സ്ലിപ്പും ഉള്ള ആളിനെയാണ് നമ്മൾ ക്ലാസ് B എന്ന് പറയും. ക്ലാസ് C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കും ലോ സ്റ്റാർട്ടിംഗ് കറണ്ടും നോർമൽ സ്ലിപ്പും ഉള്ള ആളിനെയാണ് ക്ലാസ് C എന്ന് പറയുന്നത്. ക്ലാസ് D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കും ലോ സ്റ്റാർട്ടിംഗ് കറണ്ടും ഹൈ സ്ലിപ്പും ഉള്ള ആളിനെയാണ് നമ്മൾ ക്ലാസ് D എന്ന് പറയുന്നത്. ക്ലാസ് E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക്, നോർമൽ സ്റ്റാർട്ടിംഗ് കറണ്ട്, ലോ സ്ലിപ്പ്. ക്ലാസ് F എന്ന് പറയുന്നത് ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക്, ലോ സ്റ്റാർട്ടിംഗ് കറണ്ട്, നോർമൽ സ്ലിപ്പ്. ഇങ്ങനെ ഈ 3 ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ABCDEF. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ക്ലാസ് എയുടെ സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുതലും സ്റ്റാർട്ടിംഗ് കറണ്ട് കൂടുതലൊക്കെ ആർക്കാണ്, അല്ലെങ്കിൽ ക്ലാസ് എയുടെ പ്രത്യേകത എന്താണ്? ഇതൊക്കെ പല തവണ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. പല എക്സാമുകൾക്കും BSc തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഈ ഒരു 6 ടൈപ്പ് മെഷീൻസ് ആണ് അല്ലെങ്കിൽ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറാണ് നമുക്കുള്ളത്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റാർട്ടേഴ്സാണ്. ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റാർട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി
3 ടൈപ്പ് സ്റ്റാർട്ടേഴ്സാണ് ഇൻഡക്ഷൻ മോട്ടറിൽ യൂസ് ചെയ്യുന്നത്. സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറാണ് കേട്ടോ. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൽ വേറെയാണ്. സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷനിൽ യൂസ് ചെയ്യുന്ന 3 സ്റ്റാർട്ടറിൽ ഒന്നാമത്തെ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് DOL സ്റ്റാർട്ടർ അല്ലെങ്കിൽ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ എന്ന് പറയും. രണ്ടാമത്തെ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. മൂന്നാമത്തെ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ. ഇങ്ങനെ 3 ടൈപ്പ് സ്റ്റാർട്ടേഴ്സാണ് നമ്മൾ ഒരു സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ DOL സ്റ്റാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറാണ്. ഈ DOL സ്റ്റാർട്ടർ നമ്മൾ നോർമലി ഒരു പുഷ് ബട്ടൺ വെച്ചിട്ടുള്ള സ്റ്റാർട്ടറാണ്. ഇത് നമ്മളുടെ നോർമലി ഉള്ള നോ ലോഡ് വൈൻഡിങ്ങും അതേപോലെ തന്നെ കോയിലുകളൊക്കെ ഉള്ള ഒരു DC നോ വോൾട്ട് റിലേയും ഓൺ ഓഫ് ബട്ടണും ഓവർ റിലേയും ഒക്കെയുള്ള ഒരു DC സ്റ്റാർട്ടർ പോലെയുള്ള സ്റ്റാർട്ടർ തന്നെയാണ് DOL സ്റ്റാർട്ടർ എന്ന് പറയും. ഈ DOL സ്റ്റാർട്ടർ എന്ന് പറയുന്നത് നോർമലി 3 HP താഴെയുള്ള സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിനും 1.5 കിലോവാട്ടിന് താഴെയുള്ള ഡബിൾ കേജ് ഇൻഡക്ഷൻ മോട്ടറിലാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക. കാരണം ഇതിന് സ്റ്റാർട്ടിംഗ് കറണ്ട് എന്ന് പറയുന്നത് 6 to 7 ടൈംസ് ദ ഫുൾ ലോഡ് കറണ്ടാണ്. 6 മുതൽ 7 മടങ്ങ് വരെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് കറണ്ട് എന്ന് പറയും. ഫുൾ ലോഡ് കറണ്ടിൻ്റെ 6 to 7 ടൈംസ് ആണ് ഇതിൻ്റെ ഫുൾ ലോഡ് കറണ്ട് എന്ന് പറയുന്നത്. നോർമലി ഈ ഒരു DOL സ്റ്റാർട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് 3 HP താഴെയുള്ള സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറും 1.5 കിലോവാട്ടിന് താഴെയുള്ള ഡബിൾ കേജ് മോട്ടറിലുമാണ്. ക്ലിയർ? ഇതിൻ്റെ മേലെ പോകുന്ന സമയത്താണ് നമ്മൾ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ഇനീഷ്യലി നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് മോട്ടോർ സ്റ്റാർട്ടിങ് സമയത്ത് ഇത് സ്റ്റാർ കണക്റ്റഡും ആ സ്റ്റാർ കണക്റ്റഡ് ആവുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ സ്റ്റാർട്ടിംഗ് ടൈമിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 1/√3 ടൈംസ് റെഡ്യൂസ് ആവുകയും ചെയ്യും ലൈൻ വോൾട്ടേജിൻ്റെ റൈറ്റ്. ഫേസ് വോൾട്ടേജ് ലൈൻ വോൾട്ടേജിൻ്റെ 1/√3 ടൈംസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടും. ഇനി നമ്മൾ ഇത് മോട്ടോർ സ്പീഡ് പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും സെയിം ആക്കിക്കൊണ്ട് അത് ഡെൽറ്റ കണക്റ്റിലേക്ക് മാറ്റും. ഇത് 3 രീതിയിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഒന്ന് മാനുവൽ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, സെമി ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. അതതിൻ്റെ ഓപ്പറേഷൻസിലുള്ള ഡിഫറൻസ് ആണ്. നമ്മൾ മാനുവലി ആണ് ചെയ്യുന്നതെങ്കിൽ അത് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറും മാനുവൽ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ എന്ന് പറയും. അതിനെ ഓപ്പറേഷൻസ് നമ്മൾ ഓട്ടോമാറ്റിക്കിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിന് 2 ടൈപ്പിലുണ്ട്. ഒന്ന് സെമി ഓട്ടോമാറ്റിക്കും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. ഇത് നമ്മൾ നോർമലി 3 HP മേലെ അല്ലെങ്കിൽ 5 HP ഒക്കെ മേലെയുള്ള മോട്ടറുകൾക്കാണ്. DOL സ്റ്റാർട്ടറൊക്കെ ചെറിയ മോട്ടറുകൾക്കാണെങ്കിൽ കൂടെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ വലിയ മോട്ടറുകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോർമലി യൂസ് ചെയ്യുന്നത്. ഇനി ഇത് രണ്ടും അല്ലാതെ മൂന്നാമത്തെ ഒരു സ്റ്റാർട്ടറാണ് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് സ്റ്റെപ്പായിട്ട് നമുക്ക് വോൾട്ടേജിനെ കൊടുത്തിട്ട് സർക്യൂട്ടിനകത്തേക്ക് അല്ലെങ്കിൽ മോട്ടറിനകത്തേക്ക് സ്റ്റെപ്പായിട്ട് വോൾട്ടേജിനെ കൊടുത്തിട്ട് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമർ എന്താണെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരു സിംഗിൾ വൈൻഡിങ് ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ ഈ സിംഗിൾ വൈൻഡിങ് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡിൽ നിന്നും നമ്മൾ മോട്ടറിലേക്ക് കണക്ഷൻ കൊടുക്കും. ഒരു 75% സിങ്കണസ് സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വോൾട്ടേജിനെ നമ്മൾ ഫുള്ളി എന്ത് ചെയ്യും, ഈ വോൾട്ടേജ് ഫുള്ളായിട്ട് നമ്മൾ ഡയറക്റ്റ് മോട്ടറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതുവരെ മോട്ടർ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ വെച്ചിട്ട് നമ്മൾ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യും. ഇത്തരത്തിലുള്ള ട്രാൻസ്ഫോമറിനെയാണ് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. നോർമലി വലിയ മോട്ടറുകൾക്ക് ഒരു 20 HP മുതൽ 150 HP പോലെയുള്ള മോട്ടറുകൾക്കൊക്കെയാണ് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ യൂസ് ചെയ്യുക. അതും 20 HP മുതൽ 150 HP വരെ ആണെങ്കിൽ അത് മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹാൻഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടറാണ് യൂസ് ചെയ്യുക. പക്ഷേ ഒരു 150 HP മേലെ പോകുന്ന മോട്ടറുകൾക്ക്, അതായത് ഒരു സപ്പോസ് ഒരു 450 HP ഒക്കെയാണ് മോട്ടറെങ്കിൽ അവിടെ നമ്മൾ ഓട്ടോമാറ്റിക് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടറാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്പറേഷൻസ്. ക്ലിയർ? ഇനി ഇതല്ലാതെ അടുത്ത ഒരു സ്റ്റാർട്ടറാണ് റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. അത് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിലാണ്. നമ്മൾ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിനെ ബേസ് ചെയ്ത് പറയുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമുക്കത് പറയാം. ഓക്കെ, ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.